വയ്ക്കുക, കുറച്ച് കരിവേപ്പില, അതേപോലെ തന്നെ 2 മുരിങ്ങയ്ക്ക, ഇത്രയും പച്ചക്കറികൾ ചെറുതായി അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾ, പിന്നെ കുറച്ച് പച്ചമുളകാണ്. ഇതെല്ലാം നീറ്റായി കഴുകി നമ്മൾ ഒരു ഭാഗത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് തേങ്ങ വേണം, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ കരിവേപ്പില. ഇത് അരച്ചിടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തൈര്, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം അടുപ്പത്ത് ഉരുളി വയ്ക്കുക, അല്ലെങ്കിൽ കട്ടിയിൽ അരിഞ്ഞതിലും പാത്രം എടുത്ത് വയ്ക്കുക. അപ്പോൾ ഇടുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വേവാൻ അധികം സമയമെടുക്കുന്ന പച്ചക്കറികളെല്ലാം ആദ്യം തന്നെ ഇടുക, ബേസിലിടുക. അതായത് നമ്മുടെ ബീൻസ്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, അതെല്ലാം വേവാൻ സമയമെടുക്കുന്ന പച്ചക്കറിയാണല്ലോ, അപ്പോൾ അതൊക്കെ താഴെ ഇടുക. അതിനുശേഷം പെട്ടെന്ന് വേവുന്ന പച്ചക്കറികളൊക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ, നേന്ത്രക്കായ, പീച്ചിങ്ങ, അതെല്ലാം നമ്മൾ മേലെ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് സ്റ്റവ് ഓൺ ചെയ്ത് വിടുക. അപ്പോൾ 15 മിനിറ്റ് കഴിയുമ്പോൾ അതൊരു വിധം ഒരു 50% വെന്ത് കാണും. ഇനി നമ്മൾ അതിനകത്ത് നേരത്തെ മാറ്റി വെച്ച മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത് 3ഉം കൂടി കൂട്ടി ഇളക്കി ഒരു 10 മിനിറ്റും കൂടി വേവിക്കാൻ വെക്കണം. ഓക്കെ, നല്ല രീതിയിൽ കൂട്ടി ഇളക്കണം, എല്ലാ സൈഡിലും ആ മുളക് പൊടി, മഞ്ഞളൊക്കെ ആവുന്ന രീതിയിൽ. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തതായി തൈര് ഒഴിക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ തൈര് ഒഴിച്ച് നല്ല രീതിയിൽ കൂട്ടി ഇളക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഏകദേശം 1/2 ലിറ്റർ തൈരാണ് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നല്ല രീതിയിൽ കൂട്ടി ഇളക്കി എല്ലാ പച്ചക്കറിയുടെ മേലെ ആവുന്ന രീതിയിൽ കൂട്ടി ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരിപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിനായി നേരത്തെ മാറ്റി വെച്ച ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, പിന്നെ അതേപോലെ തന്നെ ചിരകി വെച്ച തേങ്ങ. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മളൊരു 2 കറക്കം, അധികം പേസ്റ്റ് ആവാണ്ട് 2 കറക്കത്തിന് തന്നെ നമ്മുടെ ആ ഒരു അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറിക്കകത്ത് അതും ആഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി പച്ചക്കറി ഒരു 85-90% വെന്ത് കാണും. അപ്പോൾ നമ്മളത് ഇളക്കുമ്പോൾ ഉടയാണ്ട് വളരെ പതുക്കെ സാവധാനം അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, സോ എല്ലാ ഭാഗത്തും ഇളക്കിയതിന് ശേഷം നമ്മൾ ആ തവി കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത് ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വയ്ക്കുക. ഓക്കെ, കൊണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇളക്കി കൊടുത്താലാണ് അതിൻ്റെ ആ ഒരു മിക്സ് കറക്റ്റായിട്ട് കോട്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒന്ന് ലെവലാക്കി കൊടുക്കുക. 2 മിനിറ്റ് മൂടി വെച്ച് തുറന്നതിന് ശേഷം വെളിച്ചെണ്ണ, ഓക്കെ, ഒരു 2-3 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ 2-3 തണ്ട് കരിവേപ്പില അതിൻ്റെ മേലെ ഇടുക. അപ്പോൾ ആ വെളിച്ചെണ്ണയുടെയും കരിവേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങി വരും. സ്വാദിഷ്ടമായ അവിയൽ റെഡിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്